ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഇന്നൊരു അടിപൊളി ഇറാനി പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് കണ്ടുനോക്കിയാലോ. അപ്പോൾ ഇതാ മക്കളെ, ആദ്യം തന്നെ കുറച്ച് എല്ലില്ലാത്ത പീസ്, നല്ല ചിക്കൻ്റെ പീസ് തന്നെ എടുക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളകിൻ്റെ പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി വെക്കണേ. അപ്പോൾ അത്യാവശ്യം എല്ലില്ലാത്ത പീസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എല്ല് നമുക്ക് വേണ്ടല്ലോ, നമ്മളിപ്പോൾ ഇറാനി പോള ടൈപ്പ് സാധനമല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ എന്താക്കുക, നല്ല എല്ലില്ലാത്ത നല്ല പീസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് കാശ്മീരി മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് വറുത്തെടുക്കണം കേട്ടോ. നല്ലോണം അത്യാവശ്യം വേകുന്ന രീതിക്ക് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കുകയും വേണം. അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ. കാരണം മസാലക്കെല്ലാം പിടിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുമാതിരി പൊരിച്ചെടുക്കാം. സാധാരണ നമ്മൾ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പൊരിച്ചെടുക്കുക. എന്നിട്ട് ഈ പൊരിച്ചെടുത്ത് എണ്ണയിൽ വേണം നമുക്കിനി അടുത്ത മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് നമ്മൾ ഏതാണ് എടുത്ത് ഏത് ഓയിലാണ് പ്രശ്നമല്ല, അല്ലെങ്കിൽ വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതെടുക്കുക. എന്നിട്ട് അതിൽ പൊരിച്ചതിന് ശേഷം നമ്മൾ എന്താക്കുക, അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ചൂടായതിന് ശേഷം നമുക്ക് എന്താക്കുക, അതിലേക്ക് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുള്ള എത്രയാണോ നമ്മൾ ക്വാണ്ടിറ്റി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സവാളയൊക്കെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഞാനിത് അവിടെ എടുത്തിട്ടുള്ളൊരു 3 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചെറുതാക്കി കട്ടാക്കിയതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതായത് നല്ലോണം വാട്ടിയെടുക്കണം. നന്നായിട്ട് ഉള്ളിയൊക്കെ വാടണേ. അപ്പോൾ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നാൽ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടും. സവാളയൊക്കെ നന്നായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് വാടിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ എന്താക്കുക, ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ടും മുറിച്ചത് എന്താക്കുക, നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ക്യാപ്സിക്കം മുഴുവനായിട്ടാണ് എടുക്കണേ. അതിൻ്റെ ഒരു ഫ്ലേവർ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി ഒന്നരിയ സവാളുടെ കൂടെ നമ്മളെ ക്യാപ്സിക്കം ഒന്ന് മിക്സ് ആയതിനു ശേഷം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം മസ്റ്റാണ്, ആരും സ്കിപ്പാക്കാതെ തന്നെ ചേർക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. നമ്മുടെ മസാലയ്ക്ക് അത് കടിക്കാൻ കിട്ടുന്നേരം നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് അതൊന്ന് അതിൻ്റെ പച്ചച്ചോയ മാറുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില നന്നായിട്ട് ചെറുതാക്കി മുറിച്ചിട്ട് കൂടി ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇടണ്ട, നമ്മൾ പോളുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, നന്നായിട്ട് ചെറുതാക്കി മുറിച്ചിട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത്യാവശ്യം നല്ലോണം ഒന്ന് വറുത്ത് വരുന്നവരെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടി, അതായത് കാശ്മീരി മുളക് പൊടിനെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. കാരണം നമുക്ക് എരിവ് കൂടി പോകാതിരിക്കാണ്ടിട്ട് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ സവാള ചേർത്തിട്ടുണ്ട്, അത് പോരാ എങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അധികമായി പോകേണ്ട, കാരണം നമുക്ക് ചിക്കനും കൂടി ഇതിൽ ചേർക്കാനുള്ളതല്ലേ. അപ്പോൾ നന്നായിട്ട് എന്നിട്ട് അതിൻ്റെ മസാലയുടെ പച്ചച്ചോയൊക്കെ മാറുന്ന രീതിക്ക് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അതായത് ഒന്ന് വറുത്തെടുക്കുക, മസാലയൊക്കെ നന്നായിട്ട് മുപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനെ നന്നായിട്ട് പീസാക്കി വെക്കാം. നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് നുള്ളിയിട്ട് ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ നമുക്ക് എന്താക്കാം, ഒന്ന് നുള്ളിയെടുക്കാമെന്ന് പറയാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ എന്താക്കുക, മസാലയിലേക്ക് മുഴുവനായിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അതായത് നല്ലോണം കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കണേ. അതും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അത് സ്കിപ്പാക്കാതെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കണം. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയുടെ ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. 4 മുട്ട പൊട്ടിച്ച് പറന്ന് കൊടുക്കുക. 4 മുട്ടയ്ക്ക് 2 കപ്പ് മൈദ അളവിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 കപ്പ് മൈദക്ക് 2 കപ്പ് പാൽ, അതേ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. അതേ കപ്പിൽ തന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുക്കുക. അതേ 1 കപ്പ്, അതായത് 2 കപ്പ് 4 മുട്ട, 2 കപ്പ് മൈദ, 2 കപ്പ് പാല്, അതുപോലെ തന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ
കുരുമുളകിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കുക. അതായത് ഏകദേശം ഈ രൂപത്തിൽ വേണം അടിച്ചെടുക്കാൻ. അധികം കട്ടിയൊന്നും അതായത് കറക്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് തന്നെ അടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ ഇതെങ്ങനെ ഇത് സെറ്റ് ചെയ്യാൻ നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ഒരു തട്ട് നമ്മൾ എന്താക്കണം, ഗ്യാസ് അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി വെക്കാം. തട്ടിൻ്റെ മുകളിലാണ് നമ്മൾ പാന് വെച്ച് കൊടുക്കുന്നത്. അതായത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ, നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പാന് വെച്ച് കൊടുക്കുന്നതിന് ഒരു തട്ടിൻ്റെ മുകളാണ്. അതായത് നമ്മൾ മൂടിയില്ല, വട്ട എന്നൊക്കെ പറയില്ല, അത് അതിൻ്റെ മുകളാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ആദ്യം തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് അടിയിൽ ഫസ്റ്റ് കുറച്ച് മാവ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് ഫുള്ള് കവർ ചെയ്തിട്ട് നമുക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയറാണ് ഇത്. നമ്മളൊരു 2 ലെയറിൻ്റെതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചതിന് ശേഷം അതിൽ ഫുള്ള് മസാല കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ബാക്കിയുള്ള ബാറ്റർ ഫുള്ള് കവർ ചെയ്ത് പാർന്ന് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും മസാല വെക്കുക. അങ്ങനെ നമ്മൾ 2 ലെയറായിട്ടാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ വെക്കാൻ വേണ്ടി ശ്രമിക്കണേ. 2 ലെയർ, ഫസ്റ്റ് ഒരു ലെയർ ആകുമ്പോൾ ഭയങ്കര കനായിപ്പോൾ മസാലയ്ക്ക്. അപ്പോൾ നമ്മൾ 2 ലെയറിലാക്കണമെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മൂത്തായിട്ട് തോന്നും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മളത് 2 ലെയർ മുഴുവനായിട്ട്, ഇത് 2ാമത്തെ ലെയറാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യുന്നത്. 2 ലെയർ നമ്മൾ മുഴുവനായിട്ട് ചേർത്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് നമ്മൾ ഫുൾ കവർ ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണേ. ബാറ്റർ നമുക്ക് കുറച്ച് അധികം ഉണ്ടാവുമല്ലോ, കാരണം നമ്മൾ കുറച്ച് 4 മുട്ടയുടെ ബാറ്ററാണ് ഉണ്ടാക്കിയത്, കുറച്ച് അധികം ഉണ്ടാവും, അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് ഫുൾ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലയിൽ കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ തന്നെ തക്കാളി, ഇഷ്ടമുള്ളവർക്ക് തക്കാളി കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണേ. അത് നമുക്കൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് അതിനൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം വെച്ച് കൊടുക്കുക. 2 തക്കാളിയോ അല്ലെങ്കിൽ കുറച്ച് ക്യാപ്സിക്കോ, കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുക. അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാലയുടെ ബാക്കി കുറച്ച് നമ്മൾ അവിടെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ലാസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഇറാനി പോള. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും പെട്ടെന്നൊരു ഗസ്റ്റ് വന്ന സമയത്ത് പെട്ടെന്ന് നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയെടുത്ത് നോക്കുക. ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് മുമ്പിൽ വരുന്നവരെ ബൈ ബൈ, സീ യു.